ഇന്നത്തെ പത്രത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാർത്ത, വളരെ വിചിത്രമായി തന്നെയാണ് തോന്നിയത്. നമ്മുടെ ഗവർണർ നിയമസഭയിൽ ഈ പുതിയ സമ്മേളനത്തിൻ്റെ കാര്യങ്ങൾ വായിച്ചു. പല വാക്കുകൾ അദ്ദേഹത്തിന് കിട്ടിയില്ല. സ്പീക്കർ വാക്കുകൾ പറയാനായിട്ട് സഹായിച്ചു. മലയാള വാക്കുകൾ പ്രയോഗിക്കാൻ തന്നെ അസാധാരണമായി കഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ചില ഇംഗ്ലീഷ് വാക്കുകളും കിട്ടിയില്ല. എന്ന ജസ്റ്റിസ് ആയിട്ടുള്ള നമ്മുടെ ഗവർണറെ കുറിച്ചുള്ള വാർത്ത ബോക്സിൽ വന്നപ്പോൾ ഒരു ചോദ്യം മാത്രമേ മനസ്സിൽ ഉദിച്ചുള്ളൂ. അപ്പൊ ഇദ്ദേഹം ഈ വാക്കുകളും അർത്ഥവും ഒന്നും അറിഞ്ഞിട്ടല്ലേ അത് വായിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ അത് കാസറ്റിലോ CD-യിലോ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങ് പ്ലേ ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? അതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ അസാധാരണ കുരുക്കുള്ളതും പച്ച നുണകളുള്ളതും ഒന്നും ഇദ്ദേഹം അറിഞ്ഞില്ലേ. 50 ലക്ഷം പേര് പങ്കെടുത്തു എന്ന് പറയുന്നതും അതൊക്കെ കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യണ്ടേ? നവോത്ഥാനത്തിൻ്റെ ഈ പരിപാടികൾ ആവിഷ്കരിച്ചത് പലതും പാർട്ടി ബേസിസിലും ജാതി സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരുടെ വർഗീയതയുടെ കൊടിമൂത്ത പ്രതീകമാണ് എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ തന്നെ നവോത്ഥാനത്തിൻ്റെ കൊടിയും കൊടുത്തത്. അത് രാഷ്ട്രീയമാണ്, ഗവൺമെൻറ്റിന് റോളില്ലെന്ന് തിരിച്ചും മറിച്ചും പറഞ്ഞതൊക്കെ കൂടി ചേർത്ത് ഈ കേരളീയരെ തിരഞ്ഞെടുത്തയച്ച സാമാജികരുടെ മുമ്പിൽ ഇത് വായിക്കുമ്പോൾ മന്ത്രിമാരെക്കാളും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി, നിയമത്തിൻ്റെ കുറേയധികം കാര്യങ്ങൾ അറിയുന്ന ഒരു ജഡ്ജി, താൻ വായിക്കുന്നത് പോലും കൃത്യമായിട്ട് വായിക്കാൻ അറിയാതെ, കണ്ടന്റ് അറിയാമായിരുന്നെങ്കിൽ വാക്കറിയുമായിരുന്നല്ലോ കുറേയെങ്കിലും. ആ വാക്കോ അതിൻ്റെ കണ്ടന്റോ അതിലുള്ള വസ്തുതകളോ ഫാക്റ്റുകളോ ഒന്നും വെരിഫൈ ചെയ്യാതെയാണോ ഈ പദവിയിലിരിക്കുന്ന വ്യക്തി നമ്മളെയൊക്കെ ഭരിക്കുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് എന്ന് തോന്നിയപ്പോൾ വളരെയധികം വിചിത്രമായിട്ടുള്ളൊരു അനുഭവമായിട്ടാണ് തോന്നിയത്. വളരെ വിചിത്രമായിട്ട് തോന്നി. വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പോലെ പെരുമാറുന്നത് മനസ്സിലാക്കാം. വിദ്യാഭ്യാസമുള്ളവര് നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ളവരെ പോലെ പെരുമാറുന്നത് വിചിത്രമായിട്ട് തോന്നുന്നു. ഏതായാലും കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്നാ പറയാം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്ത് സംഭവിച്ചാലും ചോദിക്കേണ്ടത് ദൈവമാണല്ലോ. ഇവിടെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല. അപ്പം ദൈവമാണ് ചോദിക്കേണ്ടതെങ്കിൽ ആ നാടിന് വേറൊരു പേരും കൂടിയുണ്ട്, അത് പുറമ്പോക്കാണ്. ഉടമസ്ഥർ ജീവിച്ചിരിക്കുന്ന മനുഷ്യരല്ല, ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന് പോലും ശരിയാക്കാൻ പറ്റാത്തതായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യർ വിചാരിച്ചാൽ ഇത്രയും കള്ളത്തരത്തിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യത്തിനെ മനുഷ്യരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട രാജ്യമല്ല എന്ന് വരുത്തി തീർക്കാൻ ആരോ കൊടുത്ത പേരായിരിക്കും ഗോഡ്സ് ഓൺ കൺട്രി എന്ന്. ഏതായാലും ഓരോരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ പലരെയും ബഹുമാനിച്ചിരുന്നതും ആദരിച്ചിരുന്നതുമൊക്കെ അതിലൊന്നും ഒരർത്ഥവും ഇല്ലെന്ന് മനസ്സിലായി തുടങ്ങിയത് ഇപ്പോഴൊക്കെയാണ്. അല്ലെങ്കിൽ അവരോട് ഇനി ബഹുമാനി കാണിക്കുകയോ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്ന് അറിയാതെ പോലും നമ്മൾ ആരോടെങ്കിലും പറയുകയോ ഒക്കെ ചെയ്യരുതേ എന്ന് പറയാൻ പാകത്തിനുള്ള ലെവലിലേക്ക് ആദരണീയരായവർ താഴുന്നു. നിയമവ്യവസ്ഥയിൽ ഉയരത്തിൽ നിന്ന് ജഡ്ജിയായിരുന്ന വ്യക്തികൾ പോലും താഴുന്ന കാഴ്ച വേദനാജനകമാണ്. ഒരു തരത്തിൽ പറയാൻ പാടില്ലാത്ത വാക്ക് ഭീകരമാണ്, ഭയങ്കരമാണ്. 2 വാക്കുകളും അർത്ഥം പറഞ്ഞുകൊണ്ട് ഉള്ള വാക്കുകളാണത്. ഏതായാലും നമ്മളെയൊക്കെ ശരിയല്ലാത്ത വസ്തുതകൾ പറഞ്ഞു തന്ന് ഓരോ ദിശയിലേക്ക് കൊണ്ടുപോകാൻ കൂടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഏത് പദവിയിലുള്ളവരാണെങ്കിലും അവരെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നവർക്കത് സാധിക്കുന്നു. അത് തന്നെ പത്രമാധ്യമങ്ങളിൽ വരുന്നു.
ഇപ്പോൾ കൗരവരിൽ 11 അക്ഷൗഹിണിയും പാണ്ഡവരിൽ 7 അക്ഷൗഹിണി പടയും വില്ലാളി വീരന്മാരും വീരശൂര പരാക്രമികളൊക്കെ കൗരവന്മാരുടെ കൂട്ടത്തിലാണ് നിന്നത്. അവിടെ നിന്ന് ആ ചോറും വെള്ളവും കിട്ടുന്നത് എന്ന അർത്ഥത്തിലാണ് ഭീഷ്മരും ദ്രോണരും ഒക്കെ അപ്പുറത്ത് നിന്നത്. പലർക്കും പദവിയും ബാക്കിയുള്ളതൊക്കെ കൊടുത്തു അപ്പുറത്ത് നിർത്തിയ വ്യക്തികളിൽ ഒരാളാണ് കർണൻ. അവരൊക്കെ കൗരവരുടെ കൂട്ടത്തിലായിരുന്നു. പാണ്ഡവരുടെ കൂട്ടത്തിൽ ആയുധമെടുക്കാത്ത കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരാരും വില്ലാളി വീരന്മാരല്ല. ഏതായാലും ചരിത്രത്തിലേക്ക് എത്തി നോക്കിയാൽ ഒന്ന് കാണാം, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല, സർവൈവൽ ഓഫ് ദ നോബിളസ്റ്റ് ആണ് ഭാരതത്തിൽ. ഗവർണർ എന്ത് പറഞ്ഞാലും എഴുതി കൊടുത്തത് എങ്ങനെ വായിച്ചാലും അതിൻ്റെ വാക്കുകളും അർത്ഥവും വരികളും ഒന്നും അറിഞ്ഞുകൂടെങ്കിലും ജനതയ്ക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനിയും അത് സാധിക്കട്ടെ. നേതാക്കന്മാരും ഭരണകർത്താക്കളും ഒക്കെ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ നമ്മളുടെ മനസ്സിൽ നിന്ന് മാറാതിരിക്കട്ടെ. രാമനെ പോലെയും ധർമ്മപുത്രരെ പോലെയും എല്ലാം ആജീവനാന്തം രാജാവായിട്ടിരിക്കേണ്ട സിസ്റ്റം അല്ലല്ലോ ഭാരതത്തിലുള്ളത്. ഇലക്ഷനിലൂടെ 5-5 വർഷം കൂടുമ്പോൾ മാറ്റാനും അല്ലെങ്കിൽ തിരിച്ച് അവരെ തന്നെ പ്രതിഷ്ഠിക്കാനും ഒക്കെ ഉള്ള സംവിധാനത്തിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള റോളുള്ളത് ജനങ്ങൾക്കാണ്. ഇവരൊക്കെ ചെയ്തതും ഇവരൊക്കെ പറയുന്നതും നമ്മളൊക്കെ ബഹുമാനിക്കുന്നവരെ കൊണ്ട് ഇവർ വായിപ്പിച്ച് പറയിപ്പിക്കുന്നതുമൊക്കെ മറക്കാതെ മനസ്സിലുണ്ടാവട്ടെ. എല്ലായിടത്തും അത് പ്രയോഗിക്കേണ്ടി വരുമ്പോൾ ധന്യമായിട്ട് ഫർഗീവ് ആൻഡ് ഫർഗെറ്റ് എന്നുള്ള വരി ഉപയോഗിക്കാതെ റിമെമ്പർ ആൻഡ് റിമൈൻഡ് അതേഴ്സ് വാട്ട് ഹാപ്പൻഡ് ഇൻ കേരള, ആ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് റിപ്പബ്ലിക് ഡേയിൽ 3ാമത്തെ പോസ്റ്റിങ്ങിൽ ചേർത്ത് പറയുന്നു. പ്രണാമം.